ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല പോലെ വഴന്ന് വരരുത്, നമ്മുടെ ഈ റോസ്റ്റ് ആവുന്ന രീതിയിൽ നല്ല ബ്രൗൺ ആവരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ആയി കിട്ടിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ ചേർക്കാത്തത്, അപ്പം തന്നെ നമ്മൾ ചേർക്കുമ്പോൾ ചിലപ്പം അതിൻ്റെ ആ സ്മെല്ല് വന്നിട്ട് നമുക്ക് ഭയങ്കര തുമ്മൽ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ആവുന്ന ആ ഒരു ടൈമിൽ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല പോലെ വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ തന്നെ ആയി കിട്ടിയാൽ മതി. ഇതിൽ കൂടുതലാണ്ട് ആവേണ്ട, കാരണം അങ്ങനെ ആവുമ്പോൾ ആ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. നല്ല കട്ടി കഞ്ഞിവെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ കട്ടി കുറഞ്ഞ ഒരുപാട് വെള്ളം ചേർത്തിട്ടുള്ള ആ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കുമ്പോൾ ഈ കറിക്ക് കട്ടി കുറഞ്ഞു പോകും. അതുകൊണ്ട്